ലോകേഷ് മോണിക്ക ഇറക്കി വിട്ടിട്ട് സോഷ്യൽ മീഡിയ ഒന്ന് കുലുക്കി. ഇപ്പതാ പവർ ഹൗസ് ഇറക്കി വിട്ടിട്ട് സോഷ്യൽ മീഡിയ ഒരു ഫ്യൂസ് തന്നെ അടിച്ചു പോകുന്ന ലെവലാണ്. ഇനി അതിൽ ഒരു മുതലും കൂടി ഉണ്ട്, ആമിർ ഖാൻ. എന്നടാ ലോകേഷ് പണ്ണപ്പോരാ നീ. പവർ ഹൗസ് കൂലിയുടെ മൂന്നാമത്തെ സിംഗിൾ. ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് പവർ ഹൗസിന്റെ ആ ഒരു ലിരിക്കൽ വീഡിയോ പുറത്തു വന്നത്. ഇതുവരെ ഇറങ്ങിയ കൂലിയുടെ എല്ലാ സിംഗിൾസും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ പവർ ഹൗസ് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് കൂലി ഒരു LCF പടമാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ഡീകോഡിങ്ങും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇതൊരു LCF പടമല്ല എന്നുള്ളത് തന്നെയാണ് അവരും പറയുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊരു LCF പടമല്ല. അതായത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഒരു LCF പടമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന LCF പടങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ളൊരു പടമായിരിക്കാം ഈ പടം. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ബെൻസ് തന്നെയാണ്. ബെൻസും കൂലിയും ഈ രണ്ട് ഫിലിംസും ലോകേഷിന്റെ പുതിയ യൂണിവേഴ്സിലെ, ലോകേഷിന്റെ LCU ഒരു യൂണിവേഴ്സ് ഉണ്ട്, അതിന് പേരലായി പോകുന്ന മറ്റൊരു യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിലെ പടമായിട്ടാണ് കൂലി എന്ന ഫിലിം വരാൻ പോകുന്നത്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. ലിയോരകത്ത് ഒരു സിംഗിൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു 3D ആനിമേഷനൊക്കെ വെച്ചിട്ട് ലൊക്കേഷനൊക്കെ 3Dയിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു സിംഗിൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3D ആനിമേഷൻ ഡീകോഡിങ്ങിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു ആനിമേഷൻസും അതിൻ്റെ അകത്ത് കുറേ ഹിഡൻ ഡീറ്റെയിൽസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു സിംഗിളിന്റെ ഫ്രെയിം ടു ഫ്രെയിം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രെയിമിൽ തന്നെ ഒരു നൈഫ് കാണിക്കുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് റോളക്സിനെയാണ്. പക്ഷെ ഈ ഒരു ഫിലിമിനകത്ത് ഈ ഒരു വാളിങ്ങനെ ഇത്ര വിസിബിൾ ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് റോളക്സിനെ ആവാൻ ചാൻസ് ഇല്ല. കൂലി എന്ന ഫിലിമിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഓരോ യുണീക്ക് ആയിട്ടുള്ള വെപ്പൺസ് ആണ്. രജനീകാന്തിന്റെ കയ്യിലിരിക്കുന്നത് മറ്റേ ലിയോരകത്തുള്ളത് പോലത്തെ ഒരു കൊടാലിയോ മഴുവോ ആ ഒരു സാധനം. പിന്നെ നാഗാർജുനയുടെ ക്യാരക്ടർ ആവാം ഈ പറയുന്ന ആ ഒരു കത്തി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കത്തി നമുക്ക് രണ്ട് സ്ഥലത്ത് റെഫറൻസ് ചെയ്യാൻ പറ്റും. ഒന്ന് റോളക്സിനെ, രണ്ടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെൻസിൽ രാഘവ ലോറൻസ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ അതിന്റെ ആ ഒരു ടിൽസും കാര്യങ്ങളും ആനിമേഷനിലൂടെയാണ് കാണിച്ചത്. അതിനകത്തും ഈ ഒരു കത്തി തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ഇത്രയും വിസിബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് വിസിബിളായിട്ട് കാണിക്കാത്തതും ബെൻസിലാണ്. ഒരുപാട് വിസിബിളായിട്ട് നമ്മൾ കണ്ടതും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന റോളക്സ് ആണെന്ന് നമ്മളെ ചിന്ത അങ്ങോട്ട് പോകുമെങ്കിലും ലോകേഷ് ഇതിനെ തിരിച്ചു വിടാനുള്ള പരിപാടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബെൻസിന്റെ അകത്തേക്കാണ് ഇതിന്റെ കണക്ഷൻ വിടുന്നത്. ഈ ഒരു കൂലി ഇറങ്ങിയതിന് ശേഷം ബെൻസ് എന്ന ഫിലിമിനകത്തുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് ഈ ഒരു ഫിലിമിനകത്ത് ഉണ്ടാവും. അത് നമ്മൾ ബെൻസ് ഫിലിം വരുന്ന സമയത്ത് ബെൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ലോകേഷിന്റെ പുതിയൊരു യൂണിവേഴ്സിൽപ്പെട്ട രണ്ടാമത്തെ സിനിമയാണ് ബെൻസ്, ഫസ്റ്റത്തെ സിനിമ കൂലിയായിരുന്നു എന്നുള്ളത് മേ ബി ആ ഒരു സമയത്ത് ബെൻസിന്റെ റിലീസ് ടൈമിൽ നമുക്ക് മനസ്സിലാവേക്കാം. ഇത് എൻ്റെ മനസ്സിലുള്ള ഒരു ഫിലിം മേക്കർ എന്ന രീതിയിലുള്ളൊരു തിങ്കിങ്ങിലൂടെ കിട്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഇത് ബെൻസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റ് യൂണിവേഴ്സ് ആയിട്ടുള്ള കൈദി, വിക്രം, ലിയോ ഈ 3 സിനിമകളും ഓൾറെഡി ഇനിയും കുറേ സിനിമകൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻഡിങ്സ് കിടപ്പുണ്ട്. അത് ലോകേഷ് ഈ ഒരു ഇന്റർവ്യൂ തന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ആ ഒരു സ്ട്രെസ് മനസ്സിലാവും. ഒരുപാട് ഫിലിംസുകൾ കമ്മിറ്റഡ് ആണ്, അത് തീർക്കണം. കൈദി 2 കമൽഹാസൻ വെച്ചിട്ട്, വിക്രം 2 അങ്ങനെ ഒരുപാട് ഫിലിംസ്, ലിയോ 2 അങ്ങനെ ഒരുപാട് ഫിലിംസ് തീർക്കാനുള്ള ആ ഒരു സ്ട്രെസ് ലോകേഷ് ആ ഒരു ഇന്റർവ്യൂവിൽ ആ ഒരു ലിസ്റ്റ് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള രജനീകാന്ത് എന്ന ഒരു സ്റ്റാറിനെ വെച്ചിട്ട് കൂലി എന്ന ഫിലിമിൽ ഒരു യൂണിവേഴ്സിനെ വീണ്ടും എടുത്ത് LCUലോട്ട് ഒരു ഫിലിമിന്റെ പെൻഡിങ്സ് കൊണ്ടുവരുന്നത് ഒരിക്കലും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷ്വൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ലോകേഷിന് പാടായിരിക്കും. അതായത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിൽ വരാനും ചാൻസ് ഉണ്ട് LCU യൂണിവേഴ്സിലേക്ക് ഇത് കണക്ട് ചെയ്താൽ. അതേസമയം ഇതൊരു രണ്ടാമത്തെ യൂണിവേഴ്സ്, പുതിയൊരു യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിൽ ആകെ 2 ഫിലിംസേ വരുള്ളൂ. ഒന്ന് ബെൻസ്, ഒന്ന് കൂലി. ഈ 2 ഫിലിംസ് മാത്രമേ ആ പുതിയ യൂണിവേഴ്സിൽ വരുള്ളൂ. അപ്പോൾ ഒരു വിഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു യൂണിവേഴ്സിൽ വർക്ക് ചെയ്യാം, ഈ ഒരു സമയത്ത് ഈ ഒരു യൂണിവേഴ്സിൽ വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു കറക്റ്റ് വിഷൻ ഉണ്ടാവും. ഈ ഒരു യൂണിവേഴ്സ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഈ ഒരു സൈഡിൽ കൂടെ വരും, LCU കണക്ട് ചെയ്ത് എൻ്റെ എത്തുമ്പോൾ ആ ഒരു സൈഡിൽ കൂടെ വരും. അവസാനം ഇത് രണ്ടും കൂടെ വന്ന് ആ ഒരു കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അവിടെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന ലോകേഷിൻ്റെ യഥാർത്ഥ ബ്രില്യൻസ് വരാൻ പോകുന്നത്. ലോകേഷ് എന്ന ഫിലിം മേക്കർ ഏതൊക്കെ ഫീൽഡിലാണ്, ഏതൊക്കെ രീതിയിലാണ് ആ ബ്രില്യൻസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇനിയും പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ലോകേഷിനെ തന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ കൂടിയുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ആണ്. 2, എത്ര പറഞ്ഞാലും എത്ര നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് വെച്ചാലും ലിമിറ്റ് ഇല്ലാതെ കിടക്കുന്നുണ്ട്. ഞാൻ മാത്രം മനസ്സിലാക്കിയ പോലെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ മലയാളത്തിൽ വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ലോകേഷ് എന്ന ആ ഒരു ഡയറക്ടറിൻ്റെ ആ ഒരു
മാർക്കറ്റിംഗ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലും അതേ മെത്തേഡിൽ പുതിയ മാർക്കറ്റിങ്ങുകൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ മലയാളത്തിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. കാരണം അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ മലയാളത്തിനുള്ളത്. അതിനെ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മലയാള ഫിലിംസ് ഒരു പരിധിക്കപ്പുറം പോകാത്തത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫിലിംസ് മാത്രം. ദൃശ്യം, കുമ്പളങ്ങി നൈറ്റ്സ്, മാർക്കോ, മഞ്ഞുമൽ ബോയ്സ്, ഇത്തരം സിനിമകൾ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിനിമകൾ മാത്രമാണ് ഔട്ട്സൈഡ് പോയിട്ടുള്ളത്. അതും ആ ഒരു മാർക്കറ്റിങ്ങും കോണ്ടന്റിന്റെ ക്വാളിറ്റിയും എല്ലാം വെച്ചിട്ട്. അതിനേക്കാൾ ബെറ്റർ ഒരുപാട് ഫിലിംസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. അത് പലർക്കും അറിയത്തു പോലുമില്ല. ലോകേഷ് എന്ന ഫിലിം മേക്കർ കോണ്ടന്റിനെ ക്രിയേറ്റ് ചെയ്യാനും, അതായത് വെറുതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനല്ല, എന്താണോ ഓഡിയൻസിന് വേണ്ടത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആ എലമെന്റ്സും അപ്ലൈ ചെയ്തിട്ട് ഒരു സ്റ്റാർ മെറ്റീരിയലിനെ, ഒരു ഫേവറേറ്റ് സ്റ്റാറിനെ എങ്ങനെ യൂസ് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഫിലിം മേക്കർ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ല. അതും ഓരോ സാധനങ്ങൾ ഇറക്കി വിടുമ്പോഴും അതിന്റെ ക്വാളിറ്റി തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് ഒരു തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അത്രയും ക്ലാരിറ്റിയും ഓരോ അപ്ഡേറ്റ്സും നമുക്ക് പുറത്തു വിടുന്നത്. പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നും പറയാണ്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും ലോകേഷിന് നല്ലതുപോലെ അറിയാം. ലോകേഷിന്റെ ഫിലിംസിന്റെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻസ് പുറത്തുനിന്ന് ലീക്കായി കഴിഞ്ഞാൽ ഇതിനെ എടുത്ത് ഡീകോഡ് ചെയ്ത കഥ എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ഡീകോഡ് ചെയ്യുന്ന ആൾക്കാർ വരെ ഇന്ന് അവൈലബിൾ ആണ്. ലോകേഷിന്റെ വായിൽ എന്തെങ്കിലും വീഴാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് പല യൂട്യൂബേഴ്സും എല്ലാവരും. നമ്മൾ ഒരിക്കലും ഒരു ഡീകോഡിങ് അല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫിലിമിനെ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ആ പല രീതിയിൽ എൻ്റെതായ രീതിയിൽ ചിന്തിക്കും. ഇങ്ങനെ ആയാലും എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചിന്തിക്കും. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെയാണ് ഞാൻ പറഞ്ഞത്, കൂലി എന്നുള്ള ഫിലിം നിങ്ങളുടെ മനസ്സിലും ഒപ്പം ഒരു LCU പടം അല്ല എന്നുള്ളവരുണ്ട്, LCU പടം ആണ് എന്നുള്ള വരുമുണ്ട്. നിങ്ങൾ ഈ രണ്ട് എക്സ്പെക്റ്റേഷനും മനസ്സിൽ വെക്കാതെ ഈ ഫിലിം കാണാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇതൊരു LCU പടമാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് പോയി ഫിലിം കാണാതിരിക്കാൻ ശ്രമിക്കുക. എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഫിലിം കാണാൻ ശ്രമിക്കുക. ലോകേഷിന്റെ തന്നെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മറ്റ് ഡയറക്ടേഴ്സും കൂടി ഡയറക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫിലിംസ് ആണ് അടുത്ത ഈ ഒരു യൂണിവേഴ്സിൽ വരാൻ പോകുന്നത്. ഇത് മറ്റേത് ലോകേഷ് ഓൺലി യൂണിവേഴ്സ് ആണ്, ഇത് ലോകേഷ് ഓൺലി യൂണിവേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ LCU എന്ന പേരിട്ട് ഒരിക്കലും വിളിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു LCU പടമല്ല, പക്ഷേ പുതിയൊരു യൂണിവേഴ്സിൽ വരാൻ പോകുന്ന ഒരു പടമായിട്ടാണ് കൂലി എനിക്ക് തോന്നുന്നത്. ഇന്നലെ അനിരുദ്ധ് ഓൾറെഡി ആ സോങ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, നോർമൽ സോങ് ആയിട്ട് തന്നെ. ആ ഒരു സോങ് മാത്രമായിട്ട് കേൾക്കുന്ന സമയത്ത് ആ ഒരു ഇമ്പാക്റ്റും നമ്മൾ ആ ഒരു വിഷ്വൽ വൈസും കൂടി കിട്ടുന്ന സമയത്തുള്ള ഒരു ഇമ്പാക്റ്റും തമ്മിൽ ആ ഒരു ഡിഫറൻസ് തന്നെ, ഒന്ന് അനിരുദ്ധ് ക്രിയേറ്റ് ചെയ്ത സോങ് ആണ്, രണ്ട് ലോകേഷ് ക്രിയേറ്റ് ചെയ്ത വിഷ്വൽസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും കൂടി കമ്പൈൻ ആവുന്ന സമയത്തുണ്ടാവുന്ന ഇമ്പാക്റ്റ് ഒരു രക്ഷയില്ല. ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൻസ് എന്ന ഫിലിം വലിയൊരു ഫിലിമാണ്. സായി അഭ്യങ്കറിന്റെ ഒരു ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ഉണ്ടായിരുന്നു. ബെൻസ് എന്ന ഫിലിമിന്റെ മ്യൂസിക് ചെയ്തപ്പോൾ ആ ഒരു LCU തീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യന് സായി അഭ്യങ്കർ പറയുന്നത് യെസ്, അതേ ഫാമിലിയിലുള്ള ഒരു ഫിലിമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. LCU ഫിലിംസിലെ എല്ലാ സോങ്സിന്റെയും ഒരു പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ സെയിം ഇൻസ്ട്രുമെന്റ്സും സെയിം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു പാറ്റേൺ പിടിച്ചിട്ട് ബെൻസിന്റെ യൂണിവേഴ്സിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു സെയിം പാറ്റേൺ അല്ലാതെ അതിൻ്റെ വേറൊരു ഫീല് കിട്ടുകയും വേണം, ഒപ്പം ഇത് LCU ഫിലിമിൻ്റെ ഒരു പാറ്റേണിൽ നിർത്തുകയും വേണം എന്നുള്ള ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇതാണ് സായി അഭ്യങ്കർ എടുത്തിട്ടുള്ളത്. LCU ഫിലിമാണ് ബെൻസ് എന്നുള്ളത് ഓൾറെഡി ലോകേഷ് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് LCU എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം മറ്റൊരു ഡയറക്ടർ ചെയ്യുന്നൊരു ഫിലിമാണ്, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ല. അതിനകത്ത് എല്ലാ ഡയറക്ടേഴ്സും വരാൻ ചാൻസ് ഉണ്ട്. പവർ ഹൗസ് എന്ന് പറയുന്ന ആ സോങ്ങിനകത്ത് ഒരുപാട് കണക്ഷൻസ് എടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ആയിട്ടൊരു കാര്യം, അതിനകത്തൊരു ബൈക്കിന്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു തീമാറ്റിക് പ്രോപ്സ് എന്ന് പറഞ്ഞ LCUവിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എന്തായാലും എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിപ്പോൾ കറക്റ്റ് ടൈമിൽ വർക്ക് ആവുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു ബൈക്കിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഒന്നുകിൽ രജനീകാന്ത് പണ്ടൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്ന സമയത്ത് യൂസ് ചെയ്ത ആ ഒരു ബൈക്ക് ആവാം, അമീർ ഖാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് ഈ ഒരു ബൈക്കിനും ഉണ്ടാവാം. കൂലിയിൽ വാച്ചിനും ഗോൾഡിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫിലിമിനകത്ത് അതിൻ്റെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു സിനോപ്സിസ് പോലത്തെ ഒരു സംഭവം. അതിനകത്ത് പറയുന്നത് മെയിൻലി പണ്ട് ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടിരുന്ന ഒരു ക്യാരക്ടറാണ് രജനീകാന്തിന്റെ. വീണ്ടും ആ ഒരു എല്ലാ ഗ്യാങ്സിനെയും റീയൂണിയൻ ചെയ്തിട്ട് ആ വാച്ചിനെ ഗോൾഡും ഒപ്പം രഹസ്യങ്ങളൊക്കെ, സീക്രട്സ്, ലോകേഷിന്റെ സീക്രട്സ് ഒക്കെ ഒളിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു ഫിലിമിന്റെ കോർ എന്ന് പറയുന്നത് വാച്ച്, ഗോൾഡ് ഒക്കെയാണ്. കൂലി എന്ന ഫിലിമിന്റെ ഫസ്റ്റ് ഹാഫ് ഫുള്ളും ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. അതായത് രജനീകാന്ത് എന്ന ആ ഒരു ക്യാരക്ടറിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, ഫാമിലിയും മറ്റു കാര്യങ്ങളും വെച്ചൊരു ഇമോഷണൽ ഡ്രാമയായിട്ട് പോയിട്ടാണ് സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ലോകേഷ് ഫിലിം വരാൻ പോകുന്നത്. ഈ പറഞ്ഞ ക്യാരക്ടേഴ്സും എല്ലാമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എല്ലാം അവിടെയാണ് സംഭവിക്കാൻ പോകുന്നത്. ട്രെയിലർ വന്നു കഴിയുമ്പോൾ എന്താവും അവസ്ഥ എന്നുള്ള ഒരു പിടിയില്ല. ആ ഒരു ട്രെയിലറിന്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ഫിലിം
കറക്റ്റ് LCO ആണോ അല്ലയോ എന്നുള്ളത് പറയുക. കാരണം ലോകേഷിന്റെ ഒരു വലിയ സ്ട്രാറ്റജിയാണ് ഫിലിം റിലീസിന് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണൂ ഇത് LCO ആണോ അല്ലയോ എന്നറിയുന്ന രീതിയിലാണ് ലോകേഷിന്റെ എപ്പോഴും റിവീൽ ചെയ്യാറ്. അത് നമ്മൾ ലിയോയുടെ റിലീസിംഗ് ടൈമിലും കണ്ടതായിരുന്നു. ലോകേഷിന്റെ ആ ഒരു ലിയോയുടെ DP വെച്ചിരിക്കുന്നത് ബ്രേക്കിംഗ് ബാഡ് എന്ന സീരീസിനകത്ത് ആദ്യം നമ്മൾ വാൾട്ടർ എന്നുള്ള നെയിം വെച്ചിട്ട് നിവിൻ പോളിയുടെ ബെൻസിലെ ക്യാരക്ടറിനെ വെച്ച് നമുക്ക് റെഫറൻസ് തന്നു. ഇപ്പതാ ഹൈസൻബർഗ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിന്റെ റെഫറൻസ് വരുന്നുണ്ട്. കുറേ ഡയലോഗ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചാൻസ് ബെൻസ് ടു കൂലി എന്നുള്ള ആ ഒരു കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാത്തതും ആ ഒരു ഓപ്ഷനാണ്. ഇനി വരാനുള്ളത് കൂലിയുടെ ട്രെയിലറാണ്. അപ്പോൾ പവർ ഹൗസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.